Hi friends, welcome to I+. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെൻ്റ് ആയിട്ട് നടന്ന സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, സോ വി കംപ്ലീറ്റഡ് ഓൾറെഡി 54 ക്വസ്റ്റ്യൻസ് ആൻഡ് ടുഡേ വി ആർ മൂവിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അതായത് 55ാമത്തെ ചോദ്യത്തിലേക്കാണ്. ഓക്കെ, 55 ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലാംഗ്വേജ് ഈസ് എ വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ഇൻ ദ ഹെട്രോജീനിയസ് മാസ് ഓഫ് സ്പീച്ച് ഫാക്ട്സ്. Who said so? അതായത് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. എവിടെയാണ്? ഇൻ ദ ഹെട്രോജീനിയസ് മാസ് ഓഫ് സ്പീച്ച് ഫാക്ട്സ്. അല്ലേ, സംസാരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല, ഒരേ ഭാഷ അറിയാവുന്നവരായിരിക്കണമെന്നില്ല. അല്ലേ, സോ ഹെട്രോജീനിയസ് ആണ് ഉറപ്പായിട്ടും നമ്മുടെ പീപ്പിൾ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് ഭാഷ എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, റോമൻ ജേക്കോബ്സൺ, ഫെർഡിനാൻഡ് ഡി സെഷൂർ, CK ഓജ്ഡൻ, നോം ചോംസ്കി. ഓക്കെ, ആരായിരിക്കും? ജേക്കോബ്സൺ, സെഷൂർ, ഓഗ്ഡൻ, അതുപോലെ തന്നെ ചോംസ്കി. നിങ്ങൾ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? പരീക്ഷ എഴുതിയവർക്ക് അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് അടുത്ത പരീക്ഷയ്ക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാം ഏതായിരിക്കും ഉത്തരം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആൻസർ വരുന്നത് സെഷൂർ ആണ് കേട്ടോ. ഫെർഡിനാൻഡ് ഡി സെഷൂർ പറഞ്ഞതാണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് ഇൻ ദ ഹെട്രോജീനിയസ് മാസ് ഓഫ് സ്പീച്ച് ഫാക്ട്സ്. ഓക്കെ, ഹെട്രോജീനിയസ് മാസ് ഓഫ് സ്പീച്ച് ഫാക്ട്സിലെ ഒരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞത് സെഷൂർ ആണ്, ഫെർഡിനാൻഡ് ഡി സെഷൂർ ആണ്. ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ഹിസ് ഫൗണ്ടേഷണൽ ബുക്ക് വർക്ക് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് അല്ലേ, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്കിനകത്തിലാണ് സെഷൂർ ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ബുക്ക് 1916 വരുന്നു. Specifically where he discusses the distinction between language, the structured system, and speech, parole, the heterogeneous mass of individual speech facts. അല്ലേ, അപ്പോൾ it appears in his foundational work. ഏതാണ്? Course in General Linguistics 1960. Specifically where he discusses the distinction between language, the structured system, and speech, parole. അല്ലേ, parole എന്ന് പറയുമ്പോൾ എന്താണ്? A heterogeneous mass of individual speech facts ആണ്. അല്ലേ, സെഷൂർ argued that language is a well-defined body in the heterogeneous mass of speech facts. അല്ലേ, ഏത് പുസ്തകത്തിലാണ് ഇത് പറഞ്ഞത്, ആ പുസ്തകം ഏത് വർഷമാണ് വന്നത് എന്ന് വരെ നമ്മൾ പഠിച്ചെടുത്തു. അല്ലേ, അപ്പോൾ എന്ത് ചോദ്യം ഈ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സെഷൂറിൻ്റെ ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ചോദിച്ചാലും നമ്മൾ ഉത്തരം എഴുതും. ഓക്കെ, സോ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത വർഷം കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും. 1916 കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ തന്നെ നമുക്കറിയാം ലിംഗ്വിസ്റ്റുകളാണ്. ചോംസ്കി, ഓജ്ഡൻ, അതുപോലെ തന്നെ ജേക്കോബ്സൺ ഒക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ലാഡ് എന്ന ഡിവൈസിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലേ. ഈ ലാഡ് എന്ന് പറയുന്ന ഡിവൈസ് ഇതിനകത്ത് കൊണ്ടുവന്നത് ആരാണ്? ലാഡ്, LAD, ലാഡ്. ലാഡ് എന്ന് പറയുന്ന ഡിവൈസിന്റെ അർത്ഥം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് കേട്ടോ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ലാഡ്. അല്ലേ, അപ്പം ലാഡിനെ കുറിച്ച് ഒരു ഐഡിയ കൊണ്ടുവന്നത് ചോംസ്കിയാണ്. പിന്നെ കോമ്പീറ്റൻസിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, വിൽ ബി മൂവിങ് ടു ദ 56th ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ദ ഫസ്റ്റ് യൂസ് ഓഫ് ദ ടേം എക്കോ ക്രിറ്റിസിസം സീംസ് ടു ഹാവ് ബീൻ ബൈ. ആദ്യമായിട്ട് എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം ഉപയോഗത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ഷെറിൽ ഗോൾഫെൽറ്റി, വില്യം റോക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ റിയോക്കറ്റ് ആണോ, ഇനിയും എറിക് ഫോം ആണോ, കേറ്റ് സോബർ ആണോ? ഓക്കെ, ഫ്ലോഡ്ഫെൽറ്റി, ഗ്ലോഡ്ഫെൽറ്റി ആണോ, റോക്കേറ്റ് ആണോ, അതുപോലെ തന്നെ ഫോം ആണോ, സോപ്പർ ആണോ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്? ദ ഫസ്റ്റ് യൂസ് ഓഫ് ദ ടേം എക്കോ ക്രിറ്റിസിസം സീം ടു ഹാവ് ബീൻ ബൈ. ദ ഫസ്റ്റ് യൂസ് ഓഫ് ദ ടേം എക്കോ ക്രിറ്റിസിസം ഈസ് ജനറലി ക്രെഡിറ്റഡ് ടു വില്യം റൂക്കർട്ട് ഇൻ ഹിസ് 1978 എസ്സേ ടൈറ്റിൽഡ് ലിറ്ററേച്ചർ ആൻഡ് എക്കോളജി. ഇല്ലേ, അപ്പം റൂക്കേറ്റ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 1978 എസ്സേ ആയ ലിറ്ററേച്ചർ ആൻഡ് എക്കോളജി ആൻഡ് എക്സ്പെരിമെന്റ് ഇൻ എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ബുക്കിനകത്തിലാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. Cheryl Goldfelty later popularized and institutionalized the term in the late 1980s and 1990s. Rookett is recognized as having coined it. അല്ലേ, റൂക്കറ്റിനെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഐഡിയ കോയിൻ ചെയ്തതായിട്ട് പോലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്തത്, കോയിൻ ചെയ്തതൊക്കെ തന്നെ റൂക്കറ്റ് ആണ്. ഓക്കെ, അപ്പം ആക്ച്വലി ടേം വരുന്നത് എക്കോ ക്രിറ്റിസിസം. ഓക്കെ, എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഐഡിയ നമുക്കറിയാം. എക്കോളജിയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. Therefore the correct answer is വില്യം റൂക്കേറ്റ്. ഓക്കെ, വില്യം റൂക്കേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം ആദ്യം ഉപയോഗത്തിൽ കൊണ്ടുവരുന്നതും കോയിൻ ചെയ്യുന്നതും. എക്കോസോഫി is a personal philosophy associated. എക്കോസോഫി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഫിലോസഫി ആരുമായി ബന്ധപ്പെട്ടതാണ്?
Aménès, Felix Guattari, Rachel Carson, Jonathan Bate. Aménès, Felix Guattari, അതുപോലെ തന്നെ റേച്ചൽ കേഴ്സൺ ആൻഡ് ഓൾസോ ജോനതൻ ബേറ്റ്. ആൻസർ വരുന്നത് ആർണി നെയ്സ് ആണ് കേട്ടോ. ആർണി നെയ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് എക്കോസോഫി എന്ന് പറയുന്നത്. ഓക്കെ, അരെ നെയ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നോർവിയൻ ഫിലോസഫർ ആണ്, അതുപോലെ തന്നെ ഫൗണ്ടർ ഓഫ് ദ ഡീപ്പ് എക്കോളജി മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡീപ്പ് എക്കോളജി മൂവ്മെന്റ് ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ആൻസർ അറിയണം. ഡീപ്പ് എക്കോളജി മൂവ്മെന്റ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ നെയ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കോയിൻ ദ term എക്കോസോഫി ടി ടു റെപ്രസെന്റ് ഹിസ് ഓൺ പേഴ്സണൽ എക്കോളജി വിസ്ഡം ഓർ ഫിലോസഫി. ഇല്ലേ, നയസിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്കോളജിക്കൽ വിസ്ഡവും ഫിലോസഫിയൊക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ടും റെപ്രസെന്റ് ചെയ്യാനായിട്ടുമാണ് ഈ പറയുന്ന എക്കോസോഫി എന്ന് പറയുന്ന ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ടി റെഫേഴ്സ് ടു Trivigastian, his mountain hut where he developed many of his ideas. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടായിരുന്നോ എക്കോസോഫി ടി എന്നൊരു കാര്യമുണ്ട് അല്ലേ? എന്തായിരിക്കും ഈ ടീയുടെ എക്സ്പാൻഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ആക്ച്വലി ടെർഗാസ്റ്റിയൻ. ടെർഗാസ്റ്റിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൗണ്ടൻ ഹട്ട് വെർ ഹി ജസ്റ്റ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ആൻഡ് ഓൾസോ ഹി ഗോട്ട് ദ എന്താ പറയുക ഇമ്പാക്ട് ടു ഫ്രെയിം മോസ്റ്റ് ഓഫ് ദീസ് ഐഡിയാസ്. പല ഐഡിയാസും കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ വന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ടെർഗാസ്റ്റിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആർണെ നെയ്സ് എന്ന് പറയുന്ന ഒരു നോർവിയൻ ഫിലോസഫർ ആണ്, ഫൗണ്ടർ ഓഫ് ദ ഡീപ്പ് എക്കോളജി മൂവ്മെന്റ്. കോയിൻ ദ ടേം എക്കോസോഫി ടി ടു റെപ്രസെന്റ് ഹിസ് ഓൺ പേഴ്സണൽ എക്കോളജിക്കൽ വിസ്ഡം ഓർ ഫിലോസഫി. ദ ടി റെഫേഴ്സ് ടു ടെർഗാസ്റ്റിയൻ, ഹിസ് മൗണ്ടൻ ഹട്ട് വെയർ ഹി ഡെവലപ്പ് മെനി ഓഫ് ഹിസ് ഐഡിയാസ്. പല ഐഡിയാസും അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് ഈ മൗണ്ടൻ ഹട്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, Ecosophy T emphasizes which individuals should develop their own personal philosophies of living in harmony with nature, ecosophy, while sharing the common goal of ecological balance. ഇല്ലേ, ecosophy T emphasis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഷുഡ് their own personal philosophies of living in harmony with nature, ecosophy. ഇല്ലേ, അതായത് ടെർഗാസ്റ്റിയനിൽ വെച്ചിട്ട് കൂടുതലായിട്ടും നയസിന് കിട്ടിയ ഒരു ഐഡിയ ഇതാണ്. ആമിനേഴ്സിന് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളെ ഹാർമോണിയിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ലപോലെ സാധിക്കുന്നത് നമുക്ക് തന്നെയാണ് അല്ലേ? നമ്മളെ ഏറ്റവും നല്ലപോലെ ഫുള്ളായിട്ട് നമ്മളെ പോലും നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. എന്നാൽ പോലും ടു സം പോയിന്റ് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ ഞാൻ അങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല എന്ന്. അത് നമ്മൾ തന്നെ നമുക്ക് ഔട്ട് ഓഫ് ഹാൻഡ് ആവുന്നതിനുള്ള എക്സാമ്പിളാണ് അല്ലേ? പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ നമുക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി എടുക്കാനോ അവരെ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാനോ ഒക്കെ സാധിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അല്ലേ? So, Ecosophy T emphasizes that individuals should develop their own personal philosophies of living in harmony with nature, ecosophy, while sharing the common goal of ecological balance. Okay, so the next question, Tom Stoppart's play Rosencrantz and Guildenstern are dead. Okay, Rosencrantz ആണ് കേട്ടോ. What is that? So, Tom Stoppart's play Rosencrantz and Guildenstern are dead. And are dead and travesties use the conventions of Rosencrantz and Dead. അതുപോലെ തന്നെ ട്രാവസ്റ്റീസിലൊക്കെ തന്നെ സ്റ്റോപ്പാഡ് യൂസ് ചെയ്തിട്ടുള്ള കൺവെൻഷൻ എന്താണ്? എന്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് ആ ഒരു ഐഡിയ കൊണ്ടുവന്നത്, ഈ വർക്കൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തത്? ഓക്കെ, ഫോക്ക് തിയേറ്റർ ആണോ, എക്സ്പ്രഷണലിസ്റ്റ് ഡ്രാമയാണോ, മാജിക് റിയലിസം ആണോ, അതോ അബ്സ്വേർഡിസം ആണോ? നോക്കിക്കേ, ഫോക്ക് തിയേറ്റർ, എക്സ്പ്രഷണലിസ്റ്റ് ഡ്രാമ, മാജിക് റിയലിസം, അതുപോലെ തന്നെ അബ്സ്വേർഡിസം. ഓക്കെ, അപ്പം ആൻസർ വരുന്നത് അബ്സ്വേർഡിസം ആണ്. ഓക്കെ, അബ്സ്വേർഡിസം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ടോം സ്റ്റോപ്പാർഡിന്റെ പ്ലേ ആയിട്ടുള്ള റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റൺ ആർ ഡെഡും അതുപോലെ തന്നെ ട്രാവസ്റ്റീസും ഒക്കെ തന്നെ എന്ത് കൺവെൻഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അബ്സ്വേർഡിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതുപോലെ അബ്സ്വേർഡിസവും എക്സിസ്റ്റൻഷ്യലിസവും ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു റൈറ്റർ ആയിരുന്നു സാമുവൽ ബെക്കറ്റ്. വെയിറ്റിംഗ് ഫോർ ഗോദോ എടുത്തു കഴിഞ്ഞാൽ സെയിം ഐഡിയ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെയിം ഐഡിയാസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടോം സ്റ്റോപ്പാർഡിന്റെ റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റൺ ആർ ഡെഡും ട്രാവസ്റ്റീസും ഒക്കെ തന്നെ എന്ത് കൺവെൻഷൻ ആണെന്ന് ചോദിച്ചാൽ അബ്സ്വേർഡിസം ആണ് അവിടെയൊക്കെ നടക്കുന്നത് അല്ലേ? ടോം സ്റ്റോപ്പാർഡ്സ് പ്ലേസ് റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റൺ ആർ ഡെഡ് 1966, അതുപോലെ തന്നെ ട്രാവസ്റ്റീസ് 1974. ഓക്കെ, പ്രൈമർലി യൂസ് ദ കൺവെൻഷൻ ഓഫ് അബ്സ്വേർഡിസം. ഓപ്ഷൻ ഡി അബ്സ്വേർഡിസം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റൺ ആർ ഡെഡ് ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ അബ്സ്വേർഡിസ്റ്റ്, existentialist,
tragicomedy directly influenced by Samuel Beckett's Waiting for Godot. Okay, അപ്പം Rosencrantz and Guildenstern are dead ഇതിനകത്തിൽ എന്താ is often described as an absurdistic existentialist tragicomedy ആണ് അല്ലേ, directly influenced by Samuel Beckett's Waiting for Godot. അതായത് വെയിറ്റിംഗ് ഫോർ ഗോദോയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് മോഡേൺ റൈറ്ററായിട്ട് സ്റ്റോപ്പാഡിൽ കാണാനായിട്ട് സാധിക്കും. ഇനി റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്ന വർക്കിന്റെ സോഴ്സ് ഏതാണെന്ന് ചോദിച്ചാലോ, ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ ട്രാജഡി എന്നും ഷേക്സ്പിയറിന്റെ ഏറ്റവും വലിയ ട്രാജഡി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഹാംലെറ്റിലെ കഥാപാത്രങ്ങളാണ്, ഹാംലെറ്റിന്റെ കളിക്കൂട്ടുകാരാണ് റോസൻക്രാൻസും ഗിൽസ്റ്റേണും അല്ലേ. വളരെ മൈനർ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഹാംലെറ്റിനകത്തിൽ ഷേക്സ്പിയർ അവരെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ക്യാരക്ടേഴ്സിന് ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻറ്റ് റോളൊക്കെ കൊടുത്തുകൊണ്ടാണ് ശരിക്കും ഈ വർക്ക് മുന്നോട്ട് വരുന്നത് അല്ലേ. അപ്പോൾ റോസൻക്രാൻസ് ആൻഡ് ഗിൽസ്റ്റേൺ ആർ ഡെഡ് എന്ന് പറയുന്നത് ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ അബ്സേർഡിസ്റ്റ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ട്രാജികോമഡി ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സാമുവൽ ബെക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗോദോ. ഈ വർക്കിൻ്റെ ഉള്ള ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ ആയിരുന്നു. ഇറ്റ് ഫീച്ചേഴ്സ് 2 മൈനർ ക്യാരക്ടേഴ്സ് ഫ്രം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ഇന്ന് 2 മൈനർ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് എടുത്തിട്ടുള്ളത്. നാവിഗേറ്റിംഗ് എ വേൾഡ് ദേ കനോട്ട് കോംപ്രഹെൻഡ് വിച്ച് മിറേഴ്സ് ദ അബ്സേർഡിസ്റ്റ് ഫോക്കസ് ഓൺ ദ റാൻഡംനെസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് സീക്കിംഗ് മീനിങ് അല്ലേ. അപ്പം ഇറ്റ് ഫീച്ചേഴ്സ് 2 മൈനർ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഫ്രം ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് നാവിഗേറ്റിംഗ് എ വേൾഡ് ദേ കനോട്ട് കോംപ്രഹെൻഡ്. അതായത് 2 മൈനർ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട് അവരെ മേജർ റോളിൽ കൊണ്ടുവരികയാണ് സ്റ്റോപ്പാഡ് ഇവിടെ അല്ലേ. സോ ഈ മൈനർ ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് ഹാംലെറ്റിനകത്തിൽ ഒരു റോളും ഇല്ല, അവരെ ഫൂൾസ് ആയിട്ടായിരുന്നു നാടകത്തിൽ കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ഓരോ കഥാപാത്രത്തിൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഒളിഞ്ഞു കിടപ്പുണ്ടാകും എന്നുള്ള ഒരു അബ്സേർഡിസ്റ്റിക് കോൺസെപ്റ്റ് ഓഫ് ലൈഫും എക്സിസ്റ്റൻഷ്യലിസവും ഒക്കെ ട്രീറ്റ് ചെയ്താണ് സ്റ്റോപ്പാഡ് ഈ ഒരു ഐഡിയ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് നാവിഗേറ്റിംഗ് എ വേൾഡ് they cannot comprehend which mirrors the absurdist focus on the randomness of human existence and the futility of seeking meaning. പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാത്ത 2 കഥാപാത്രങ്ങളായിരുന്നു ഹാംലെറ്റിൽ അവർ അല്ലേ. ട്രാവസ്റ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് എംപ്ലോയ്സ് സിമിലർ ടെക്നിക് ഓഫ് ഫ്രാഗ്മെന്റഡ് നറേറ്റീവ്, മെറ്റാ തിയേറ്റർ ആൻഡ് വിറ്റി വേൾഡ് പ്ലേ ടു എക്സ്പ്ലോർ തീംസ് ഓഫ് ആർട്ട്, മെമ്മറി ആൻഡ് ഹിസ്റ്ററി ഇൻ എ സിമിലർലി അബ്സേർഡ് നോൺ ലീനിയർ ഫാഷൻ ഇല്ലേ. ആർട്ട്, മെമ്മറി, ഹിസ്റ്ററി ഒക്കെ തന്നെയാണ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത്. സിമിലർലി ഇൻ എ അബ്സേർഡ് നോൺ ലീനിയർ ഫാഷൻ, ഒരു അബ്സേർഡ് ആയിട്ടുള്ള നോൺ ലീനിയർ ഫാഷനകത്തിൽ ശരിക്കും പറഞ്ഞാൽ ആർട്ടും മെമ്മറിയും ഹിസ്റ്ററിയും ഒക്കെ തന്നെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. വിച്ച് ക്യാരക്ടർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് ലീവിങ് ഇൻ എ ഡസ്റ്റ്ബിൻ ഇൻ ബെക്കറ്റ്സ് എൻഡ് ഗെയിം അല്ലേ. ബെക്കറ്റ്സിന്റെ എൻഡ് ഗെയിമിനകത്തിൽ ലീവിങ് ഇൻ എ ഡസ്റ്റ്ബിൻ എന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ള കഥാപാത്രം ആരാണ്? ഹാം, ക്ലോവ്, നീൽ, നാഗ്. ഓക്കെ, ഇതിൽ ഏത് കഥാപാത്രമാണ് ബെക്കറ്റ്സിന്റെ അതായത് നമ്മുടെ സാമുവൽ ബെക്കറ്റിന്റെ എൻഡ് ഗെയിമിനകത്തിൽ ലീവിങ് ഇൻ എ ഡസ്റ്റ്ബിൻ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ഹാം, ക്ലോവ്, നീൽ, നാഗ്. ഇതിന്റെ ആൻസർ വരുന്നത് നാഗ് ആണ്. ഓക്കെ, ആൻസർ വരുന്നത് നാഗ് ആണ്. നാഗ് ആൻഡ് നെൽ ഉണ്ടെങ്കിൽ പോലും യു ക്യാൻ സീ in Samuel Beckett's Endgame, the characters who are presented living in dustbin or ash bins are Ham's parents, Nag and Nelline പറഞ്ഞിട്ടുണ്ട്. പക്ഷേ you can see while both live in dustbins based on the option എന്താ പറയുക more correct answer is Nag. Okay, അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. They are legless and confined to these bins at the back of the stage throughout the play. Okay, എപ്പോഴും ഈ ഹാമിന്റെ പേരൻസ് ആണ് നാഗും നെല്ലും അല്ലേ. ഇവർ രണ്ടുപേരുമാണ് ഡസ്റ്റ്ബിൻസിൽ അല്ലെങ്കിൽ ആഷ് ബിൻസിൽ ജീവിക്കുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, വൈൽ ബോത്ത് ലീവ് ഇൻ ഡസ്റ്റ്ബിൻസ് ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻ പ്രൊവൈഡഡ് കറക്റ്റ് ആൻസർ ഈസ് എന്താ പറയുക നാഗ്. ഓക്കെ, അപ്പം നാഗും നെല്ലും ആണ് ശരിക്കും പറഞ്ഞാൽ ഡസ്റ്റ്ബിനിൽ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ നീലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നീലിനെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, ഇപ്പം നീലിന് പകരം നെല്ലെന്നായിരുന്നു എങ്കിൽ നമുക്ക് സി ആൻഡ് ഡി എന്നുള്ളത് ആൻസർ വന്നേനെയും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്തേനെ. ഇവിടെ അങ്ങനെയുള്ള ഒരു സാധ്യതയും ഇല്ല. കാരണം നെല്ലാണ്, നാഗും നെല്ലും ആണ് അല്ലേ, നീലല്ല. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഇവിടെ ശരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനും കൃത്യമായിട്ട് എൻഡ് ഗെയിം ഒക്കെ ആകുമ്പോൾ കുട്ടികൾ പഠിക്കും അല്ലേ. എന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് നീലെന്ന് കാണുമ്പോൾ ഇനി നെല്ലല്ലായിരുന്നോ നീലായിരുന്നോ എന്നൊരു കൺഫ്യൂഷൻ വരും അല്ലേ. സോ ആ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നാഗ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. നാഗും നെല്ലും ആണ് ഹാമിന്റെ പേരൻസ്. അവരാണ് ഡസ്റ്റ്ബിനിൽ താമസിക്കുന്നതായിട്ട് എൻഡ് ഗെയിമിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ
ഇവിടെ നമുക്ക് നീല് അല്ലേ, അതായത് നീലെന്നുള്ള ഒരു ഓപ്ഷനല്ലേ ഇവിടെ ഉള്ളൂ, നീല്, നെല്ലില്ല. അതുകൊണ്ട് തന്നെ മോർ കറക്റ്റ് ആൻസർ ഈസ് നാഗ്. നാഗ് എന്നുള്ളതാണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റഡ് ഇൻ എ വീൽ ചെയർ ആൻഡ് അൺഏബിൾ ടു സ്റ്റാൻഡ്, അവന് എഴുന്നേറ്റ് നിൽക്കാനോ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലോവ് എന്ന് പറഞ്ഞാൽ ഹാമിന്റെ സെർവന്റ് ആണ്, ഹു ഈസ് അൺഏബിൾ ടു സിറ്റ്. ഈ ക്ലോവിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നാഗോ ഹാമിന്റെ അച്ഛനാണ്. ഓക്കെ, ഹു ലീവ്സ് ഇൻ ഡസ്റ്റ്ബിൻ. നെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമിന്റെ അമ്മയാണ് അല്ലേ. ഹു ലീവ്സ് ഇൻ എ ഡസ്റ്റ്ബിൻ നെക്സ്റ്റ് ടു നാഗ്. നാഗിനോടൊപ്പം ഒരു ഡസ്റ്റ്ബിന്നിലാണ് നെല്ലും താമസിക്കുന്നത് അല്ലേ. ഇതിനകത്ത് യു കാൺ ഫൈൻഡ് എ ക്യാരക്ടർ നെയിംഡ് നീൽ. നീൽ എന്നൊരു ക്യാരക്ടർ ഇതിനകത്തില്ല, ഡസ്റ്റ്ബിന്നിൽ ജീവിക്കുന്നതായിട്ടൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നീൽ എന്ന ക്യാരക്ടറിനെ കുറിച്ച് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. വി ക്യാൻ ജസ്റ്റ് മൂവ് ടു ദ റൈറ്റ് ആൻസർ അല്ലേ. നാഗ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് അങ്ങ് പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയ ആ ക്വസ്റ്റ്യൻ. അത്യാവശ്യം നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. സോ വിച്ച് ക്യാരക്ടർ ഈസ് പ്രസന്റഡ് ആസ് ലിവിംഗ് ഇൻ എ ഡസ്റ്റ്ബിൻ ഇൻ ബെക്കറ്റ്സ് എൻഡ് ഗെയിം? നാഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓറഞ്ചസ് ആർ നോട്ട് ദ ഒൺലി ഫ്രൂട്ട് ഈസ് ദ ഫസ്റ്റ് നോവൽ ഓഫ്. ഒത്തിരി കേട്ടിട്ടുണ്ടാവും ഈ വർക്കിന്റെ പേര്, ഈ നോവലിന്റെ പേര് അല്ലെ. ഓറഞ്ചസ് ആർ നോട്ട് ദ ഒൺലി ഫ്രൂട്ട് എന്ന് പറയുന്നത് ആരുടെ ആദ്യത്തെ നോവലാണ്? ആരുടെ ആദ്യത്തെ നോവലാണ്? ജീനറ്റ് വിന്റേഴ്സൺ, ആർത്തസ് വിന്റേഴ്സ്, നിഗൽ വ്രിക്കർ, അതുപോലെ തന്നെ എലിസബത്ത് ഗ്യാസ്കൽ. ഓക്കെ, ഓറഞ്ചസ് ആർ നോട്ട് ദ ഒൺലി ഫ്രൂട്ട് ഈസ് ദ ഫസ്റ്റ് നോവൽ ഓഫ് ജീനറ്റ് വിന്റേഴ്സൺ, ആർത്തസ് വിന്റേഴ്സ്, നിഗൽ വ്രിക്കർ, അതുപോലെ തന്നെ എലിസബത്ത് ഗ്യാസ്കൽ. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? ജീനറ്റ് വിന്റേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഓറഞ്ചസ് ആർ നോട്ട് ദ ഒൺലി ഫ്രൂട്ട് എന്ന് പറയുന്നത് ആരുടെ ആദ്യത്തെ നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ജീനറ്റ് വിന്റർസൺ ആണ്. ഓക്കെ, ജീനറ്റ് വിന്റർസണിന്റെ ആദ്യത്തെ വർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജോൺ ഗവേഴ്സ് കൺഫെഷോ അമാൻഡിസ് ഈസ് ഇൻ. അതായത് നമ്മുടെ ജോൺ ഗവർ എന്ന് പറഞ്ഞാൽ ഏത് കാലഘട്ടമാണ്? വിന്റർസണിന്റെ ആണ് ഓറഞ്ചസ് ആർ നോട്ട് ദ ഓൺലി ഫ്രൂട്ട്. ഓക്കെ, അതായത് നമ്മുടെ റൈറ്റർ, ദാറ്റ് മീൻസ് ജോൺ ഗവർ വരുന്നത് മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലാണ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലുള്ള ഒരു റൈറ്റർ ആണ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. ആൻഡ് യു ക്യാൻ സി ഈ ഒരു സമയത്ത് ഗവറിന്റെ കണ്ടംപററീസ് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ലാംഗ്ലൻഡ്, ഒന്ന് നമ്മുടെ ഏറെ ഫേമസ് ആയിട്ടുള്ള ചോസർ, ജെഫ്രി ചോസർ. ഓക്കെ, അപ്പൊ ജെഫ്രി ചോസറും ലാംഗ്ലൻഡും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. ഈ സമയത്തെ ഡയലക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് അല്ലെങ്കിൽ മിഡിൽ ഇംഗ്ലീഷ് ഡയലക്റ്റ്. ജോൺ ഗവേഴ്സ് കൺഫെഷോ അമാൻഡിസ് എന്ന് പറയുന്നത് ആക്ച്വലി ഏത് ലാംഗ്വേജിലാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഓക്കെ, ജോൺ ഗവേഴ്സ് കൺഫെഷോ അമാൻഡിസ് ഈസ് ഇൻ ഇംഗ്ലീഷ്. കൺഫെഷോ അമാൻഡിസിന്റെ വേറൊരു പേര് ദ ലവേഴ്സ് കൺഫെഷൻ എന്നാണ്. ഈസ് എ ആക്ച്വലി ലോങ് ലൈൻ ഇല്ല, ഏകദേശം 33,000 വരികൾ വരുന്നുണ്ട്. ഓക്കെ, 33,000 ലൈൻ പോം റിട്ടൺ ഇൻ മിഡിൽ ഇംഗ്ലീഷ്, കമ്പോസ്ഡ് അറൌണ്ട് 1390. ഓക്കെ, 1390 40th century at the request of King Richard II. റിച്ചാർഡ് രണ്ടാമൻ എന്ന രാജാവിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ ജോൺ ഗവർ തയ്യാറാക്കിയ 33,000 വരികളുള്ള ഒരു ലോങ് പോമാണ് കൺഫെഷോ അമാൻഡിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ദ ലവേഴ്സ് കൺഫെഷൻ എന്നാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലും ഉള്ളതാണ് അല്ലേ. വൈൽ ഗവർ വാസ് യുണീക്ക് ഇൻ ദാറ്റ് ഹിസ് 3 മേജർ വർക്ക്സ് വെയർ in 3 different languages. ഓക്കെ, ഗവറിന്റെ കൺഫെഷോ അമാൻഡിസ് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണോ, ഫ്രഞ്ച് ആണോ, ലാറ്റിൻ ആണോ, ഇറ്റാലിയൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലാറ്റിനിലും ഫ്രഞ്ചിലും ഒക്കെ റൈറ്റർ വർക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തോ. ഗവർ വാസ് യുണീക്ക് ഇൻ ദാറ്റ് ഇൻ 3 മേജർ ലാംഗ്വേജസ് ഹി റോട്ട്. മിറോർ ഡി ഇക്യോം എന്ന് പറയുന്നത് അതെ ഫ്രഞ്ചിൽ എഴുതി. വോക്സ് ക്ലമാൻഡിസ് ഏതിൽ എഴുതി? ലാറ്റിനിൽ എഴുതി. കൺഫെഷോ അമാൻഡിസോ ഇംഗ്ലീഷിൽ എഴുതി അല്ലെ. ലവേഴ്സ് കൺഫെഷൻ എന്നതിനൊരു അൾട്ടർനേറ്റ് പേരും ഉണ്ടേ. ഓക്കെ, ദ കൺഫെഷോ ഈസ് ഹിസ് പ്രൈമറി ഇംഗ്ലീഷ് വർക്ക്. ഓക്കെ, ഇംഗ്ലീഷിലുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫെഷോ തന്നെയാണ്, കൺഫെഷോ അമാൻഡിസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 3 ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് മിറർ ഡി ഒമാൻ എഴുതിയത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ചിലാണ്. അത് നമുക്ക് അത്രയും കൺഫ്യൂഷൻ വരുന്നില്ല. പക്ഷേ വോക്സ് ക്ലമാൻഡിസ് ഇംഗ്ലീഷിലാണോ എന്ന് തോന്നരുത്, വോക്സ് ക്ലമാൻഡിസ് ലാറ്റിനിലാണ്. ഓക്കെ, വോക്സ് ക്ലമാൻഡിസ് ലാറ്റിനിലാണ്. ഏതെങ്കിലും ഒരു കോഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പം
CAE എന്നാണെങ്കിൽ കൺഫെഷോ അമാൻഡിസ് ഇംഗ്ലീഷിലാണെന്ന്, വോക്സ് ക്ലമാൻഡിസ് VCL എന്നോ വല്ല ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വോക്സ് ക്ലമാൻഡിസ് എന്ന് പറയുന്ന ലാറ്റിനിലാണെന്ന്. ശരിക്കും നമ്മൾ ഈ കോഡൊക്കെ കാണുമ്പോൾ നമ്മൾ ഇനി ഇത് ഓർക്കുമോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾ വീണ്ടും ഈ ക്വസ്റ്റൻ എടുക്കുന്ന സമയത്ത് ഈ VCL ഒക്കെ തന്നെ നമ്മുടെ ഓർമ്മയിൽ വരും. ഓക്കെ, ശരി. അപ്പം നമ്മൾ അങ്ങനെ 61 ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. 62ാമത്തെ ക്വസ്റ്റൻ ആണ്. വിത്ത് ദിസ് കീ ഷേക്സ്പിയർ അൺലോക്ക്ഡ് ഹിസ് ഹേർട്ട് സെറ്റ് ഡാഷ് ഓഫ് ഡാഷ്. വിത്ത് ദിസ് കീ, ഏതോ ഒരു പെർട്ടിക്കുലർ കീയെ കുറിച്ചാണ് പറയുന്നത്. ഷേക്സ്പിയർ അൺലോക്ക്ഡ് ഹിസ് ഹേർട്ട്. ഷേക്സ്പിയർ ഹേർട്ട് അൺലോക്ക് ചെയ്തത് ഇറ്റ് ഈസ് വിത്ത് ദിസ് കീ. ഓക്കെ, സെഡ് ഡാഷ് ഓഫ് ഡാഷ്, ആരെ കുറിച്ച് പറഞ്ഞ വേർഡ്സ് ആണെന്ന്. ഓക്കെ, നോക്കിക്കേ, ഡാഷ് ഓഫ് ഡാഷ് ആര് എന്തിനെ കുറിച്ച് പറഞ്ഞതാണെന്ന്. ഡോക്ടർ ജോൺസൺ ഹാംലെറ്റ്, ഡ്രൈഡൻ ദ കോമഡീസ്, വേൾഡ്സ്വർത്ത് ദ സോണറ്റ്സ്, ഏലിയറ്റ് ദ ലാസ്റ്റ് പ്ലേസ്. ആരായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? Yes, Wordsworth the sonnets. Okay, the correct answer is Wordsworth the sonnets. The chord with this key Shakespeare unlocked his heart comes from William Wordsworth's 1927 poem titled Scorn Not the Sonnet. Okay, അപ്പോൾ സോണറ്റിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. In this poem, Wordsworth defends the sonnet form against critics by citing its historical significance and its use by great poets like Dante, Petrarch and Milton. ഇല്ലേ, ഡാന്റെയും പെട്രാർക്കും മിൽട്ടനും ഒക്കെ ഉപയോഗിച്ചതാണ് ഈ പറയുന്ന സോണറ്റ് അല്ലെ. പെട്രാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ സോണറ്റിന്റെ ഫൗണ്ടറും കൂടാണ് പെട്രാർക്ക്. കാരണം ഇംഗ്ലീഷിൽ സോണറ്റ് കൊണ്ടുവരുന്ന ഷേക്സ്പിയർ ആണെങ്കിൽ ഇറ്റലിയിൽ കൊണ്ടുവന്നത് പെട്രാർക്ക് ആയിരുന്നു. ആദ്യം വന്നത് ഏതാണെന്ന് ചോദിച്ചാലും ഇറ്റലിയിലെ പെട്രാർക്കിയൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റ് ആണ്. സോ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് യൂസ് ബൈ ഗ്രേറ്റ് പോയിറ്റ്സ് ലൈക്ക് ഡാന്റെ, പെട്രാർക്ക് ആൻഡ് മിൽട്ടൺ. ഓക്കെ, അപ്പോൾ ഇൻ ദിസ് പോം വേൾഡ്സ്വർത്ത് ഡിഫെൻസ് ദ സോണറ്റ് ഫോം അഗെയിൻസ്റ്റ് ക്രിറ്റിക്സ് ബൈ സൈറ്റിംഗ് ഹിസ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇറ്റ്സ് യൂസ് ബൈ ഗ്രേറ്റ് poets like Dante, Petrarch and Milton. Okay, Danteയും പെട്രാർക്കും മിൽട്ടനും ഒക്കെ ഇതിനകത്തിൽ കംപ്രൈസ്ഡ് ആണ്. Okay, but the chord with this key Shakespeare unlocked his heart comes from William Wordsworth's 1927 poem titled Scorn Not the Sonnet. In this poem ശരിക്കും ഇവിടെ വേൾഡ്സ്വർത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണറ്റ്സിനെ ഡിഫെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഒരു സംരക്ഷണ വലയമായിട്ട് നിൽക്കുകയാണ്. അതായത് ഡാന്റെയും പെട്രാർക്കും മിൽട്ടണും റെനൈസൻസിലെ പീരീഡിലെ പോയിട്ടാണ് ജോൺ മിൽട്ടൺ ഇല്ലേ, ഇവരൊക്കെ ഉപയോഗിച്ചതാണ് സോണറ്റ്. അത്രയും സ്പെഷ്യലാണ് സോണറ്റ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷേക്സ്പിയർ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഷേക്സ്പിയർ ഡെവലപ്പ് ചെയ്ത സോണറ്റ്സും അത്രയും സ്പെഷ്യലാണ് എന്നുള്ള ഒരു ഔട്ട്ലുക്ക് പ്രൊമോട്ട് ചെയ്യാനാണ് ശരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് ബുക്കിന്റെ സപ്പോർട്ടിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സ്കോൺ നോട്ട് ദ സോണറ്റ് എന്നുള്ള വർക്കിലാണ് വേൾഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ വരുന്നത് Wordsworth the sonnetsലാണ്. With this key Shakespeare unlocks his heart set Wordsworth of the sonnets. Okay, അപ്പം വേൾഡ്സ്വർത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ സോണറ്റ്സിനെ കുറിച്ചാണ്. ഏത് ബുക്കിലാണ്? Scorn Not the Sonnets. So 62 questions are complete. He specifically argues that through the sonnets, Shakespeare expresses personal emotions and private self rather than just the dramatic characterization found in his plays. അല്ലേ, ശരിക്കും വേൾഡ്സ്വർത്തിന്റെ അഭിപ്രായത്തിൽ വേൾഡ്സ്വർത്ത് ഷേക്സ്പിയറിന്റെ നാടകങ്ങളെക്കാൾ സ്നേഹിക്കുന്നത് ഷേക്സ്പിയറിന്റെ സോണറ്റുകളെയാണ്. എത്ര സോണറ്റ് ഷേക്സ്പിയർ എഴുതിയത്? 154 എണ്ണമാണ് അല്ലേ. തൻ്റെ ഫ്രണ്ടായിട്ടുള്ള WHന് വേണ്ടിയും മിസ്ട്രസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഡാർക്ക് ലേഡിക്ക് വേണ്ടിയും അതുപോലെ തന്നെ കുറച്ച് ജനറൽ സോണറ്റുകൾ, ജനറൽ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സോണറ്റുകളും അവസാനം ഈ 154 എണ്ണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 63. The literary historian and critic who claimed that Indian English began as interesting byproduct of an eventful encounter between a vigorous Britain and a stagnant India. അപ്പോൾ the literary historian and critic who claimed that Indian English began as the interesting byproduct. Indian English എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നു of an eventful encounter between vigorous Britain and a stagnant India. അല്ലേ, വിഗറസ് ആയിട്ടുള്ള ബ്രിട്ടന്റെയും സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റ്
ഇല്ലാതെ ഒരു തോൽവിയിലേക്ക് നിന്നുകൊണ്ടിരുന്ന ഇന്ത്യയിലേക്കും വന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ ലിറ്റററി ഹിസ്റ്റോറിയൻ ആൻഡ് ക്രിട്ടിക് ഹു ക്ലെയിംഡ് ദാറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വിഗ്രസ് ആയിട്ടുള്ള ബ്രിട്ടനിൽ നിന്ന് സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞ ആ വ്യക്തി ആരാണ്, ലിറ്റററി ഹിസ്റ്റോറിയൻ ആരാണ്? KR ശ്രീനിവാസ അയ്യങ്കർ, അതുപോലെ തന്നെ CD നരസിംഹ റാവ്, ഒപ്പം തന്നെ നമുക്ക് MK നായിക് ഉണ്ട്, അയ്യപ്പ പണിക്കരുണ്ട്. അയ്യപ്സ് പണിക്കർ അല്ല, അയ്യപ്പ പണിക്കർ. ഓക്കെ, അയ്യപ്പ പണിക്കർ. ആരാണ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്? ഇറ്റ്സ് ബൈ MK നായിക്. ഓക്കെ, MK നായിക് ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ നോക്കിക്കേ, the literary historian and critic who claimed that Indian English began as the interesting byproduct of an eventful encounter between a vigorous Britain and a stagnant India. KR ശ്രീനിവാസ് അയ്യങ്കർ, MK നരസിംഹ റായ്, MK നായിക്, CD നരസിംഹ റായ്, അതുപോലെ തന്നെ MK നായിക്, അയ്യപ്പ പണിക്കർ. ആൻസർ വരുന്നത് MK നായിക് ആണ്. ഓക്കെ, MK നായിക്. The literary historian and critic who claimed that Indian English began as the interesting byproduct of an eventful encounter between a vigorous Britain and a stagnant India is MK Naik. Okay, this statement appears in the introduction to his authoritative work, A History of Indian English Literature, published by Sahitya Academy, where he describes the origins of the literature. അല്ലേ? അപ്പോൾ MK നായിക് ആണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഓക്കെ, ലിറ്റററി ഹിസ്റ്റോറിയനും ക്രിട്ടിക്കും ഒക്കെ ആയിട്ടുള്ള MK നായിക് ആണ് പറഞ്ഞത്. ശരിക്കും ഐഡിയ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നും അല്ലേ? ശരിയാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് അപ്പിയേഴ്സ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ടു ഹിസ് authoritative work, A History of Indian English Literature, published by Sahitya Academy, where it describes the origin of the literature. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. 63ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ MK നായിക് ആണ് വരുന്നത്. ഓക്കെ, MK നായിക്. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുണ്ട്. ഓരോ സീരീസിലും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന കീ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഓക്കെ, സോ ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വിൽ ബി ദെയർ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.